വാഗമണ്ണിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുദിനം വർദ്ധിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സഞ്ചാരികൾക്ക് പ്രതിസന്ധി. പരിമിതമായ ശൗചാലയ സൗകര്യങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഉള്ളത്. മണിക്കൂറുകൾ കാത്തുനിന്ന് വേണം പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ. ദിനംപ്രതി സന്ദർശകരുടെ എണ്ണം കൂടുമ്പോഴും 10 വർഷം മുമ്പുണ്ടായിരുന്ന സൗകര്യങ്ങളാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. മധ്യവേനൽ അവധിക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ വാഗമണ്ണിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഓരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും DTPC പ്രാഥമിക കൃത്യത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ 10 വർഷം മുമ്പുള്ള സൗകര്യങ്ങളാണ് ഉള്ളത്. അന്നത്തെ കണക്കിന്റെ 10 ഇരട്ടിയിലധികം സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു. വരുമാനത്തിൽ വലിയ വർധനയും ഉണ്ടായി. എന്നാൽ ഇതനുസരിച്ചുള്ള ഒരു വികസനം വാഗമണ്ണിൽ ഉണ്ടാകുന്നില്ല. വാഗമൺ, മൊട്ടക്കുന്ന്, പൈൻ വാലി എന്നിവിടങ്ങളിൽ എത്തുന്ന സഞ്ചാരികളാണ് പ്രാഥമിക കൃത്യത്തിന് ഏറെ ബുദ്ധിമുട്ടുന്നത്. പ്രാഥമിക കൃത്യം നിർവഹിക്കണമെങ്കിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. ഇത് സഞ്ചാരികളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ശൗചാലയം അവിടെ താഴെ പൈൻ ഫോറസ്റ്റിൽ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ 10-30 പേര് വരുമ്പോഴത്തേക്ക് 3 ശൗചാലയം കൊണ്ട് എന്താണ് പ്രയോജനം? ആർക്കൊരു പ്രയോജനമില്ല. ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കാഴ്ചകൾ കണ്ട് കത്രികപ്പൂട്ടിൽ നിന്ന് പോവുകയാണ്, മൂത്രം ഒഴിക്കാൻ സൗകര്യമില്ലാതെ. അതുപോലെ തന്നെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഇവിടുത്തെ റോഡുകളൊന്നും കാണുന്നില്ലേ? ഇത് ആർക്കു വേണ്ടി? ഈ വികസനം എന്ന് പറഞ്ഞാൽ എന്ത് വികസനമാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒരു വികസനം നടക്കുന്നതായിട്ട് എൻ്റെ കാഴ്ചപ്പാടില്ല. ഈ പ്രദേശത്ത് കാലാകാലമായിട്ട് താമസിച്ചു വരുന്നത് ഞാനാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഡെയിലി വന്നു പോകുന്നത്. അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ കാശ് വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവർക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള യാതൊരു ബാധ്യതയും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സൈഡ് വഴിയുണ്ട്. പക്ഷേ ഈ വെള്ളമില്ലാത്തതുകൊണ്ട് മിക്കവാറും പേര് ഹോട്ടലുകളാണ് അതിന് അടച്ചിടുകയുള്ളൂ. അവർക്കൊന്നും ഒരു സൗകര്യം കൊടുക്കുന്നില്ല. നിലവിലുള്ള ശൗചാലയങ്ങളിലെ തിരക്ക് കാരണം ചിലർ സമീപ വീടുകളെ സമീപിക്കുന്നുണ്ട്. ചിലർ അനുവദിക്കുമെങ്കിലും ഭൂരിപക്ഷം പേരും അനുവദിക്കാറില്ല. ആവശ്യത്തിലധികം ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും സൗകര്യം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. പ്രകൃതിയുടെ സൗന്ദര്യം നുകരാൻ എത്തുന്നവരോട് പണം പിടുങ്ങുന്നുണ്ടെങ്കിലും ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ DTPC വിമുഖത കാണിക്കുകയാണ്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.